ന്യൂസ് പുറത്തുവിട്ട ഈ ചാനലിന് മീഡിയ വൺ ചാനലല്ല, മീഡിയ വണ്ണിന് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, ഇന്നലെയാണ് ഈ മുപ്പൈനാട് കൈരളി ഉന്നതിയിലെ വിജിഷ്ണയുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത മീഡിയ വൺ പുറത്തുവിടുന്നത്. അത് ഉടനെ തന്നെ കൽപ്പറ്റ MLA ആയിരിക്കുന്ന ടി സിദ്ദീഖ് അദ്ദേഹം വാർത്ത കാണുകയും നമ്മളെ ബന്ധപ്പെടുകയും ചെയ്തു. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നു കുട്ടിയുടെ പഠനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാം. കുട്ടിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ MLA ഇവിടെ വീട്ടിലിരിക്കുന്നുണ്ട് അദ്ദേഹം കുട്ടിയുടെ കൂടെ. വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു MLA ഇത്തരത്തിലൊരു കാര്യം ഏറ്റെടുക്കുമ്പോൾ. നമ്മൾ കൽപ്പറ്റ നിയോജക മണ്ഡലത്തില് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. തുടക്കത്തിൽ നീറ്റ് നെറ്റ് എക്സാമിനേഷൻ സെന്റർ മുതൽ സ്പാർക്ക് വിദ്യാഭ്യാസ പദ്ധതി മുതൽ പല കാര്യങ്ങളും നടത്തി വിദ്യാർത്ഥികളെ എംപവർ ചെയ്യാനുള്ള നടപടികളാണ് എടുത്തു മുന്നോട്ട് പോകുന്നത്. ഈ വാർത്ത മീഡിയ വൺ വാർത്ത പുറത്തു വന്ന ഉടനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. വിജിഷയ്ക്ക് പഠിക്കാൻ എന്തൊക്കെ സംവിധാനം വേണോ അത് മുഴുവൻ ഒരുക്കും. മാത്രമല്ല, ഞാനിപ്പോൾ പ്രിൻസിപ്പളെ വിളിച്ചു, മനോജ് മാഷ വിളിച്ചു, തോമാട്ടയിലെ സ്കൂളിലെ, ആനപ്പാറ സ്കൂളിലെ ലിജി ടീച്ചറെ വിളിച്ചു. കുട്ടിക്കുള്ള സ്റ്റഡി മെറ്റീരിയൽ അവിടെ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞു. കുട്ടിക്ക് പോകാനും വരാനും അനുബന്ധ സംവിധാനങ്ങൾക്കുള്ള സാമ്പത്തികം, സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടെയുള്ള അതിനുള്ള സാമ്പത്തികം കൈമാറും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വിജിഷ്ണ പഠിച്ച് +2 കഴിഞ്ഞാൽ വിജിഷയ്ക്ക് വാർത്തയിൽ പറഞ്ഞ ഏറ്റവും വലിയ ആഗ്രഹം നേഴ്സാവണം എന്നുള്ളതാണ്. സൗജന്യമായി BSc നഴ്സിംഗ് പഠനം, അത് ഏനപ്പൊയ്യ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റൽ, മെസ്സ്, സ്റ്റഡി മെറ്റീരിയൽ എല്ലാ ഫെസിലിറ്റീസോടും കൂടി പഠിക്കാനുള്ളതായിരിക്കുന്ന ഓഫറും ഞാൻ വിജീഷണയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ഫാമിലിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മിടുക്കിയായിട്ട് പഠിക്കട്ടെ, അവർ വളരട്ടെ. കുട്ടിയുടെ പഠനത്തിനുള്ളതായിരിക്കുന്ന സാമ്പത്തിക സംവിധാനം മുഴുവൻ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. പ്രൈഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇന്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഞാൻ രാവിലെ തന്നെ എൻ്റെ അടുത്ത സുഹൃത്താണ് അതിന്റെ CEO, ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അവരതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ പേഴ്സണലി ടേക്ക് ഓവർ ചെയ്യും. ഒരു കാരണവശാലും പഠനത്തിന് ഒരു ബുദ്ധിമുട്ടും കുട്ടിക്കുണ്ടാവില്ല. ഇപ്പോൾ വിഷ്ണ വലിയ സന്തോഷം ഉണ്ടാവില്ലേ? കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളോട് കരഞ്ഞുകൊണ്ടാണ് വിഷ്ണയുടെ സങ്കടം പറഞ്ഞത്. ഇപ്പോൾ വലിയ സന്തോഷമായില്ലേ? സന്തോഷമായി. എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്ന MLAക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ ഈ ന്യൂസ് പുറത്തുവിട്ട ഈ ചാനലിന് മീഡിയ വൺ ചാനലല്ല, മീഡിയ വണ്ണിന് സന്തോഷമായി. കരയണ്ട. അപ്പോ അമ്മ വലിയൊരു മോളുടെ വലിയ സ്വപ്നമാണ് ഒരു പഠിച്ച് ഒരു നേഴ്സാകുന്നത്. അപ്പൊ ആ സ്വപ്നമാണ് ഇപ്പോ MLA തന്നെ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് യാഥാർത്ഥ്യം. എന്താ പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് MLAയോട് നന്ദിയുണ്ട്. എൻ്റെ മോക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. MLAയോട് പ്രത്യേകമായിട്ട് നന്ദിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മീഡിയ വൺ ഈ വാർത്ത പുറത്തുവിടുന്നത്. MLA ടി സിദ്ദീഖ് നേരിട്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ട് ഇത്തരത്തിൽ അവരുടെ മുഴുവൻ ചിലവും വഹിച്ചുകൊണ്ട് കുട്ടിയെ നേഴ്സാക്കാമെന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ MLA നൽകിയിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസ് നിർമ്മല, മീഡിയ വൺ, വയനാട്.